ഇപ്പോൾ മുകേഷ് MLA കൂടി ചേരുകയാണ്. അദ്ദേഹം ഇപ്പോൾ ജമ്മു കാശ്മീരിലാണുള്ളത്. MLA കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? സുരക്ഷിതനാണ് എന്ന് കരുതുന്നു. നിലവിലെ സാഹചര്യങ്ങളും സ്ഥിതിഗതികളും എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഞങ്ങള് ഇവിടെ MLA-മാരുടെ അഷുറൻസ് കമ്മിറ്റി, അതിന്റെ ചെയർമാൻ AP മജീദ് സാഹിബാണ്. പിന്നെ T സിദ്ദിഖുണ്ട്, ആൻസിലൻ MLA ഉണ്ട്, പിന്നെ ഉദ്യോഗസ്ഥന്മാരും കുറച്ച് കുടുംബാംഗങ്ങളും എല്ലാം കൂടെ ഒരു 10-12 പേര് ഞങ്ങള് 2 ദിവസത്തെ പ്രോഗ്രാമായിട്ടാണ് ശ്രീനഗറിലേക്ക് വന്നത്. ശ്രീനഗറിൽ വന്നു 5:30 മണിക്ക് വൈകുന്നേരം ഇറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു അറ്റാക്ക് നടന്നു എന്നുള്ളത് പ്രോട്ടോകോൾ ഓഫീസർമാരും ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, ഇത്രയും രാജ്യത്തിനെ അസ്ഥിരതപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന ഒരു വലിയ ഒരു തീവ്രവാദ ആക്രമണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു. ഞങ്ങൾ കയറി ഒരു സ്ഥലത്ത്. അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ഐറണി എന്ന് പറയുന്നത്, ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ കയറുമ്പോൾ തന്നെ ആ ഫ്ലൈറ്റിൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാർ മുഴുക്കെ ശ്രീനഗറിലേക്ക് പോവാണ്. എല്ലാവരും ബാംഗ്ലൂർ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഹൈദരാബാദിൽ ഇറങ്ങിയിട്ട് പോകാൻ വേണ്ടിയുള്ള ആൾക്കാരായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കയറിയതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മലയാളികളാണ് എല്ലാവരും ശ്രീനഗറിലേക്ക് പോകുന്നത്. നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും എല്ലാവരും സന്തോഷമായിട്ടൊക്കെ, എല്ലാ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരെയും ഇപ്പോഴത്തെ ഒരു ഡെസ്റ്റിനേഷൻ തന്നെ ശ്രീനഗറായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഞങ്ങളൊരു സ്ഥലത്ത് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ അപ്പോഴാണ് അതിന്റെ ഒരു ഭീകരാന്തരീക്ഷം വന്നത്. അപ്പോ ഞങ്ങളുടെ പ്രോട്ടോകോൾ ഓഫീസർ എന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് MLA ഹോസ്റ്റലിൽ എത്തണം, ഇത്തിരി സീരിയസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ റോഡിൽ കൂടെ പോകുന്നത് കൂടുതലും ആൾക്കാർ നമ്മൾ ചായ കുടിക്കുന്ന സ്ഥലത്തേക്ക് കയറി വരികയാണ് ഫോട്ടോ എടുക്കാനും നമ്മുടെ അടുത്ത് സംസാരിക്കാനും പരിചയം പുതുക്കാനും ഒക്കെ. അപ്പൊ എല്ലാവരും ശ്രീനഗറിൽ തന്നെയാണ്. ഒരു വെക്കേഷൻ ആയതുകൊണ്ട് കൂട്ടമായിട്ട് മലയാളികൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് 25 പേര് മരിച്ചു എന്നുള്ളത് നമ്മൾ അറിയുന്നു. പിന്നീട് ഞങ്ങളുടെ മുഴുക്ക അന്വേഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും മലയാളി ഉൾപ്പെട്ടിട്ടുണ്ടോ, മലയാളി ആയിട്ടുള്ള ആർക്കെങ്കിലും ഇഞ്ചേർഡ് ആയിട്ടുണ്ടോ, നമ്മൾ വേറെ മരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഇഞ്ചേർഡ് ആയിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അറിയിക്കണം, നമ്മളിവിടെ ഉണ്ടല്ലോ. അപ്പോഴും അവർ അന്വേഷിച്ച് പറയാം. അവർക്കും അറിഞ്ഞുകൂടാ, ഇത്രയും വളരെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയില്ല. പക്ഷെ റോഡ് മുഴുക്ക അത്രയും സെക്യൂരിറ്റി നമ്മൾ സിനിമയിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുകയായിരുന്നു ആൾക്കാര്. പിന്നെ ഈ പട്ടാളക്കാര് വലിയ വലിയ ട്രക്കുകളിലും തോക്കും എല്ലാം ഘടിപ്പിച്ച്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് ഈ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് MLA ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആർക്കും പുറത്തോട്ട് ഇറങ്ങാനും പറ്റത്തില്ല, അകത്തോട്ട് വേറെ ആൾക്കാർക്ക് കയറാനും പറ്റത്തില്ല, ആ തരത്തിലുള്ളതാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ മലയാളിയുടെ ഒരു ദാരുണ അന്ത്യവും ഇത്രയും വലിയ സീരിയസ് സംഭവമാണെന്നതും പിന്നെ ആഭ്യന്തരമന്ത്രി ഉടനെ ഇങ്ങോട്ട് വരുന്നതെന്നും പ്രധാനമന്ത്രി എല്ലാ സന്ദർശനവും മാറ്റിവെച്ചിട്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്നും അത്രയും സീരിയസ് ആണെന്നുള്ളതൊക്കെ നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. ശരിക്കും നാളെ ഞങ്ങള് സ്പീക്കറെ കാണാനും പിന്നെ നിയമസഭയിൽ പിന്നെ വിസിറ്റ് ചെയ്യാനും അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെ ഇരുന്നതാണ്. ഇനി നാളത്തെ അവസ്ഥ എന്തുവാന്നുള്ളത് അവര് പ്രോട്ടോകോൾ ഓഫീസർ പറഞ്ഞ് രാവിലെ പറയാം, നിങ്ങൾ ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ലെന്നുള്ളതാണ്. പക്ഷെ നമ്മളെ ബാക്കിയുള്ളവരെ ഇവിടെ വളരെ സേഫാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നാളത്തെ കാര്യം നമുക്ക് നാളെ നോക്കാം. തീർച്ചയായും MLA നോക്കൂ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വിനോദസഞ്ചാര മേഖലയാണ്. ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥരൊന്നും സാധാരണ നിലയിൽ ഉണ്ടാകാത്തൊരു മേഖലയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശം തന്നെ തെരഞ്ഞെടുക്കുന്നു ആക്രമണത്തിന് എന്നുള്ളതാണ്. ഇപ്പോൾ മനസ്സിലാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സൈന്യത്തിന്റെ തന്നെ വേഷത്തിലാണ് അവിടേക്ക് എത്തി ആക്രമണം നടത്തുന്നത്. അപ്പോൾ അത്രമേൽ പ്ലാൻഡ് ആയിരുന്നു, അങ്ങനെ ഒരു ആസൂത്രിതമായ നീക്കമായിരുന്നു എന്നുള്ളതാണ്. നിലവിൽ നമുക്ക് കശ്മീരിന്റെ ഒരു സ്ഥിതിയൊക്കെ അറിയാമല്ലോ. ഏറ്റവും പ്രധാനം ഈ ഒരു സമയം, വിനോദസഞ്ചാരികൾ ഒരുപാട് എത്തുന്ന സമയമാണ്. അത് കേന്ദ്രീകരിച്ച് അവർ ഉപജീവന മാർഗം നടത്തുന്ന ഒരു ജനതയാണ്. അപ്പോൾ അതിനെതിരെയുള്ളൊരു അറ്റാക്ക്, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടിനെതിരെയുള്ളൊരു അറ്റാക്ക്, അപ്പോൾ അങ്ങനെ ഒന്നും കൂടി ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഇത് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സീസണാണ്. കാശ്മീർ എന്ന് പറഞ്ഞാൽ ടൂറിസം കൊണ്ട് ലോകം മുഴുക്കെ അറിയപ്പെടുന്ന. അപ്പൊ നമ്മള് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ വലിയൊരു പിന്നെ ബാനർ വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ പാരഡൈസ്, വേൾഡിന്റെ പാരഡൈസ്, വെൽക്കം ടു പാരഡൈസ് ഓഫ് ദ എർത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ അത്രമാത്രം ലോക ജനത കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ പിന്നെ ഈ പട്ടാളക്കാരെ മാത്രമല്ല, സിവിലിയൻസിനെ മാത്രമല്ല, ടൂറിസ്റ്റുകളെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുകൊണ്ട്
ആരും ഇങ്ങനെ വരാൻ ഒന്ന് മടിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ അവർ ചിന്തിച്ച് കാണാം. നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും നാളെയും മറ്റന്നാളും കൊണ്ടാണ് ആയിരിക്കും വിവരങ്ങളെല്ലാം അറിയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഒഫീഷ്യലി എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആക്രമണം നടന്ന ശേഷമാണ് താങ്കൾ ഉൾപ്പെടെയുള്ള സംഘം അവിടേക്ക് എത്തുന്നത്. മലയാളികളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്ന് പറഞ്ഞു. അതിന് ഏതെങ്കിലും തരത്തിൽ സാധിച്ചിട്ടുണ്ടോ? ഒഫീഷ്യലി ഏതെങ്കിലും വിവരങ്ങൾ അവർ പങ്കുവയ്ക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അത്രയും സെക്യൂരിറ്റിയും ബന്ധവസ്ഥയും ഇവിടെ ഈ റൂമിൽ TV പോലും ഇല്ല. ഞാൻ നാട്ടിൽ നിന്ന് വിളിക്കുമ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത്. നാട്ടിലുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം അവരെല്ലാരും വീട്ടുകാരും ഫ്രണ്ട്സും നാട്ടുകാരും MLA-മാരും ഒക്കെ നമ്മളെ വിളിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ സേഫ് ആണോ, എന്താണ് സംഭവിച്ചത്. അപ്പം അവര് അറിയുന്ന അത്ര പോലും നമുക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. തീർച്ചയായും മുകേഷ് MLA വളരെ നന്ദി ഈ ഘട്ടത്തിൽ എന്തായാലും പ്രതികരിച്ചതിന്. അദ്ദേഹമാണ് അവിടുത്തെ സാഹചര്യം വിശദീകരിച്ചത്.